മണ്ണിൽ താഴ്ന്നു നിൽക്കുന്ന ജീവിത രഹസ്യങ്ങൾ തേടിയുള്ള യാത്രയാണ് എസ്.കെ. ഹരിനാഥിന്റെ ആദ്യ ചെറുകഥാ സമാഹാരമായ മണ്ണ്. മണ്ണുൾപ്പെടെ 12 കഥകൾ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വികാരങ്ങളിലൂടെയും ചിന്തകളിലൂടെയുമുള്ള ഒരു ഒഴുക്കാണിത്. എത്ര തന്നെ പുരോഗതി കൈവരിച്ചാലും എങ്ങനെയൊക്കെ ജീവിച്ചാലും ഏറ്റവും ഒടുവിലത്തെ യാത്ര മണ്ണിലേക്കുള്ളതാണ് എന്ന ഓർമ്മപ്പെടുത്തൽ. ജൂൺ 5 പ്രകൃതി ദിനത്തോടനുബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാൻ എത്രയെത്ര മനുഷ്യരാണ് മരങ്ങൾ നട്ട് ഫോട്ടോ എടുക്കാറുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ആ ചെടികളൊക്കെയും വളർന്നു വലുതായിരുന്നെങ്കിൽ ഈ ഭൂമി എത്ര സുന്ദരമായിരുന്നേനെയെന്ന്. അങ്ങനെ ഒരു ചെടി നടൽ പ്രഹസനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുന്നിൽ ഒരിത്തിരി മണ്ണ് തരുമോ എന്ന് ചോദിച്ച് കൈനീട്ടി നിൽക്കുകയാണിവിടെ. ചിന്തിക്കേണ്ടത് നമ്മളാണ്, മാറേണ്ടതും നമ്മൾ തന്നെയാണ്. കാരണം കഥകൾ എഴുതുന്നതും വായിക്കുന്നതും നമ്മൾ തന്നെയാണ്. മാറ്റത്തിന് കാരണമാകുന്നില്ലെങ്കിൽ പിന്നെന്തിനാണ് കഥകൾ, അല്ലെ? ബുക്കിഷ് ഇനീഷ്യേറ്റീവായ ഓറാറ്റിയൽസ് പബ്ലിക്കേഷൻസിന്റെ ആദ്യ പുസ്തകമാണ് എസ്.കെ. ഹരിനാഥിന്റെ മണ്ണ്. ഇതിൽ ഒരു കഥയുടെ പേര് പ്രകാശരഹസ്യം എന്നാണ്. ഗൂഢമായ ആ പ്രകാശത്തിന്റെ രഹസ്യം തേടൽ ഭ്രാന്തമായി ആ കഥയിൽ കാണാമെങ്കിലും ഈ കഥാസമാഹാരം നമ്മോട് പറയുന്നത് നിരവധിയായ പ്രകാശത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ചാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത ആത്മാന്വേഷണങ്ങളിലൂടെ നേടിയെടുക്കേണ്ട വിശാല ലോകത്തെ ഇതാ ഇവിടെ നിങ്ങൾക്കായി തുറക്കുന്നു. തുറന്നു കയറുക, സൂക്ഷിച്ച് യാത്ര ചെയ്യുക. നിങ്ങളുടെ സഞ്ചാര വഴികൾ അത്ര സുഗമമല്ല.